രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമത്തെ പീഡന പരാതിയും ഉയർന്നു വന്നിരിക്കുകയാണ്. പണവും ആനുകൂല്യങ്ങളും കൈപ്പറ്റി ക്രൂരമായി പീഡിപ്പിച്ച സംഭവമാണ് മൂന്നാമത്തെ അതിജീവിത നൽകിയ പരാതിയിലൂടെ വ്യക്തമാകുന്നത്. ഇനിയും പരാതികൾ വരുമെന്ന് കോൺഗ്രസിലെ നേതാക്കളും രഹസ്യമായി ഭയപ്പെടുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ചുരുങ്ങിയ മാസങ്ങൾക്കിടയിൽ ഉയർന്നത്. മാധ്യമപ്രവർത്തകയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നുള്ള ഓഗസ്റ്റ് മാസത്തിലെ വാർത്തയെ തുടർന്ന് പരാതികളുടെ പ്രവാഹമായിരുന്നു പിന്നീട് കണ്ടത്. മോശമായി പെരുമാറിയത് ചോദ്യം ചെയ്തപ്പോൾ ഹൂ കെയേഴ്സ് എന്നായിരുന്നു മറുപടിയെന്നും നടി റിനി ആൻ ജോർജ് വെളിപ്പെടുത്തി. പരാതിയെ തുടർന്ന് മാധ്യമപ്രവർത്തകരുടെ സംഭാഷണവും പുറത്തുവന്നു. രാഹുലിന്റെ ലൈംഗിക വൈകൃത സന്ദേശം പുറത്തുവിട്ട് ട്രാൻസ്ജെൻഡർ അവന്തികയും പിന്നീട് രംഗത്തെത്തി. ഹോട്ടൽ മുറിയിലെത്തിച്ച് പീഡിപ്പിച്ചെന്ന് മറ്റൊരു യുവതിയും പരാതി നൽകി. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചെന്ന് മുൻ MPയുടെ മകൾ AICCക്ക് പരാതി നൽകിയതും പുറത്തുവന്നു. പിന്നീട് 23 വയസ്സുകാരിയായ യുവതി പരാതി നൽകി. 31 വയസ്സുകാരിയായ അതിജീവിതയും രാഹുലിനെതിരെ രംഗത്തെത്തി. കേരള സമൂഹത്തെ ഞെട്ടിച്ച പരാമർശങ്ങളാണ് അതിജീവിത രാഹുലിനെതിരെ പരാതിയായി ഉയർത്തുന്നത്. ഒരു പൊതുപ്രവർത്തകന് നേരെയുള്ള ലൈംഗിക അതിക്രമത്തിന്റെ തെളിവുകൾ പുറത്തുവന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നടപടിയെടുക്കാതിരുന്നത് പലതും പുറത്തുവരുമെന്ന ഭീതിയിലായിരുന്നു. പല നേതാക്കളുടെയും കാര്യങ്ങൾ തനിക്കറിയാമെന്ന് രാഹുൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. മറ്റൊരു വഴിയില്ലാതെ രാഹുലിനെ പുറത്താക്കിയെങ്കിലും ഇനി എന്തെന്ന ആശങ്ക കോൺഗ്രസിലെ നേതാക്കൾക്കുമുണ്ട്. പാലക്കാട് MLA-ആയി സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ വാർഷിക ദിനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്നും പുറത്തായത്. വ്യാജ പ്രസിഡന്റ് എന്ന വിളിപ്പേരുള്ള യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കുന്നതിൽ കോൺഗ്രസിൽ നിന്നും വ്യാപകമായ എതിർപ്പ് ഉയർന്നിരുന്നു. എന്നാൽ VD സതീശനും ഷാഫിയും ഉൾപ്പെടെ സംരക്ഷിച്ചാണ് പാലക്കാടേക്ക് രാഹുലിനെ എത്തിച്ചത്. പിന്നീട് മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി വീട് വെച്ച് നൽകാമെന്ന പേരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ വൻ സാമ്പത്തിക തട്ടിപ്പും പുറത്തുവന്നു. വെറും 88 ലക്ഷം രൂപ മാത്രമേ ഫണ്ടിലേക്ക് വന്നിട്ടുള്ളൂ എന്നാണ് മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. എന്നാൽ 5 കോടിയിലധികം രൂപ രാഹുൽ പിരിച്ചെടുത്തിട്ടുണ്ടെന്ന് വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. രാഹുൽ പറഞ്ഞിട്ട് ഫെനി നൈനാന്റെ അക്കൗണ്ടിലേക്ക് വയനാട് ദുരിതാശ്വാസ സഹായമായി 5000 രൂപ നൽകിയെന്ന് ഇപ്പോൾ അതിജീവിത നൽകിയ പരാതിയിൽ പറയുന്നു. ഇതും രാഹുൽ നടത്തിയ ഫണ്ട് തട്ടിപ്പിനെ ശരിവെക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.